ഹായ്, ഞാൻ ആപ്ലെക്സ്. എല്ലാവർക്കും ഒരു പുതുപുത്തൻ ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വണ്ടിയിലിരുന്നാണ് ഇന്ന് നമ്മുടെ ഇൻട്രോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും നമ്മൾ എവിടെ പോകുവാന്ന്. അപ്പോൾ നമ്മൾ പണ്ട് പോയൊരു സ്ഥലമുണ്ട്, അഞ്ചുമലപ്പാറ. അപ്പോൾ നമ്മൾ അഞ്ചുമലപ്പാറ അന്ന് പോയപ്പോൾ നമുക്ക് ആ മൂടൽ മഞ്ഞിൻ്റെ ഫീലും കാര്യമൊന്നും കിട്ടിയില്ല, കാരണം നമ്മൾ കുറച്ച് ലേറ്റായി. അപ്പോൾ അന്നേ ഞാൻ പറയാം, നിങ്ങൾ ഡിസംബർ സമയമൊക്കെ ആവുന്നതിന് മുമ്പ് പോകണം. ഇപ്പോൾ ഡിസംബറൊക്കെ ആവാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ പോകണമെങ്കിൽ ഉറപ്പായിട്ടും ഒരു മൂടൽ മഞ്ഞിൻ്റെ ഫീല് കിട്ടും, അതിന് ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ എന്നാലും നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ചെന്ന് മല കയറുന്ന വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യുന്നില്ല. മോളിൽ കയറി ചെന്ന് ആ ഒരു മലയുടെ ബ്യൂട്ടിയും കാര്യമൊക്കെ കാണിക്കും. ദെൻ നമ്മൾ മോളിൽ താരോടെ ട്രക്ക് ചെയ്ത് ഇറങ്ങുന്ന ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾ ആ മലയുടെ ബ്യൂട്ടിയൊക്കെ നല്ലപോലെ ആസ്വദിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങളത് കണ്ടാൽ മതി. അതല്ല, നിങ്ങൾക്ക് ആ ട്രക്കിങ് കാണുന്നെങ്കിൽ ഞാൻ പറഞ്ഞു ഇപ്പോൾ തന്നെ വീഡിയോ നിങ്ങൾ 2 മിനിറ്റ് സ്കിപ്പ് ചെയ്തോ, എന്നിട്ട് അവിടുന്ന് മല ഇറങ്ങുന്ന വീഡിയോ കാണാം. വെറുതെ ബാക്കടിക്കണം, നിങ്ങൾ ഡയറക്റ്റ് സ്കിപ്പ് ചെയ്ത് ബാക്കി കണ്ടു നോക്കുന്നത് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എന്തൊക്കെയാലും നമുക്ക് മുകളിലത്തെ ബ്യൂട്ടിയെ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ആ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. കയറുന്ന സമയത്ത് നമ്മുടെ ഇടത്തെ സൈഡിൽ ഒരു തേയിലത്തോട്ടത്തിൻ്റെ ഫീലാണ് കിട്ടുന്നത്. മൂന്നാറൊക്കെ പോകുന്നത് നല്ല തണുപ്പും സൂര്യനൊക്കെ ഉദിച്ച് വരുന്നതേ ഉള്ളൂ. പക്ഷേ ആക്ച്വലി അത് തേയിലത്തോട്ടമൊന്നുമല്ല, പോച്ച് കളിച്ചിരിക്കുന്നതാണ്. ഞങ്ങളിവിടെ ഇറങ്ങി കുറേ ഫോട്ടോ ഒക്കെ എടുത്തു, പക്ഷേ പിന്നെ മനസ്സിലായത് തേയിലയല്ലെന്ന്. അപ്പോൾ എന്തൊക്കെയാലും നമുക്ക് മലയൊന്ന് കയറി ഇപ്പം നോക്കാം എന്താണ് അവസ്ഥയെന്ന്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിതിന് മോളിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ നല്ലൊരു വേറെ ലെവൽ എക്സ്പീരിയൻസ് വ്യൂ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. നിങ്ങൾ നോക്കുവാണെങ്കിൽ ആ മൂടൽ മഞ്ഞ് ഫുള്ള് കാണാൻ പറ്റും. പിന്നെ എൻ്റെ ചുറ്റിലും ആ ഒരു മൂടൽ മഞ്ഞിൻ്റെ ഫീൽ ഇവിടെ കിട്ടുന്നുണ്ട്. കറക്റ്റ് ഒരു നൊസ്റ്റ് തരുന്ന ഫീലാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അഞ്ചുമലപ്പാറ ടോപ്പാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വ്യൂ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എന്തുമാത്രം ആ ഒരു ബ്യൂട്ടി ഉണ്ടെന്ന്. അപ്പം അമ്മാതിരി ഒരു എക്സ്ട്രാ ലെവൽ ഒരു എക്സ്ട്രീം ലുക്ക് തരുന്ന ഒരു സ്ഥലമാണിത്. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ സ്ഥലം ഇവിടെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ അടൂർ കഴിഞ്ഞ് നമ്മളൊരു കൊട്ടാരക്കര ബൈപ്പാസ് വിട്ടിട്ടാണ് ഞങ്ങൾ വന്നത്. കറക്റ്റ് ഞങ്ങൾ നോക്കിയാൽ ഞങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് വന്നത്. അപ്പം നമ്മൾ മുമ്പേ വന്നപ്പോൾ ഈ ഒരു മൂടൽ മഞ്ഞിന്റെ ഫീലും നമ്മൾ കൈ കൊണ്ട് പിടിക്കുന്നുണ്ട്. ആ ഒരു മഞ്ഞ് നമ്മുടെ കൈ നിൽക്കുന്ന ഫീലും ഉണ്ട്. ആ ഒരു ഫീൽ നമുക്ക് നേരത്തെ വന്നപ്പോൾ ഇവിടെ കിട്ടിയില്ലായിരുന്നു, കാരണം ഞങ്ങൾ ലേറ്റ് ആയിപ്പോയി. ഇപ്പോൾ ഒരു സീസൺ സമയമാണ്, അപ്പോൾ നമുക്ക് ആ മൂടൽ മഞ്ഞും കാര്യങ്ങളൊക്കെ കൂടെ കറക്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ആക്കി. നമ്മൾ ഈ ഒരു പാറ വന്നു, ആ മൂടൽ മഞ്ഞും ആ മേഘങ്ങളെ കൈ കൊണ്ട് പിടിക്കുന്ന ഫീലൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. ഇനി ഒരു പാറയും കൂടെ ഉണ്ട്, അതാണ് പക്ക ഓഫ് റോഡ്. ഇനി ഒരു സ്ട്രേറ്റ് നിൽക്കുന്നതാണ്. Okay. നമ്മളിപ്പോ ഒരു മലയുടെ ടോപ്പ് മോസ്റ്റ് ആണ് നിൽക്കുന്നത്, ഏറ്റവും മുകളിലാണ് നിൽക്കുന്നത്. ഒരു വേറെ ലെവൽ ഫീലാണ്. ഇപ്പൊ നമ്മുടെ സൂര്യനൊക്കെ ഉദിച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ ആ മഞ്ഞും മൂടൽമഞ്ഞിന്റെ എഫക്റ്റ് ഒക്കെ പോയി. ഇപ്പോഴും നമുക്ക് ആ മേഘങ്ങളെ പിടിക്കുന്ന ഒരു ഫീല് കിട്ടുന്നുണ്ട്. കാരണം എന്റെ കൈയും ആ ഒരു മേഘം നിൽക്കുന്ന ഒരു ലെവൽ കണ്ടോ. അപ്പൊ കുറച്ചുകൂടെ മുമ്പ് ഇത് കറക്റ്റ് കിട്ടിയേനെ. ഇപ്പൊ വെയിൽ വന്ന് പോയി. അപ്പൊ നിങ്ങൾ വരുവാണെങ്കിൽ മാക്സിമം 7 മണി സമയത്തൊക്കെ ഇവിടെ വരണം. അപ്പൊ നൈസായിട്ട് ഫാമിലിയുടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. എൻട്രി ഫീസും ടിക്കറ്റും കാര്യങ്ങളും ഒന്നും ഇവിടെ ഇല്ല. അപ്പോൾ ഇനിയും നമുക്ക് നമ്മുടെ ട്രക്കിങ്ങിലേക്ക് കിടക്കാം. നമുക്ക് മല ഇറങ്ങാൻ പോവാണ്. അപ്പം ഞാൻ എൻ്റെ രീതിയിൽ ചെയ്യുന്ന ട്രക്കിംഗ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എനിക്ക് അറിയത്തില്ല, എന്തായാലും നിങ്ങൾ കണ്ടു നോക്കാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു തോന്നുന്നു, നമുക്ക് താരം നോക്കാം. അപ്പം നമ്മൾ ആ ഒരു മലയുടെ നിന്ന് മുകളിലോട്ട് താഴോട്ട് ഇറങ്ങുവാണ്. ഇപ്പം നിങ്ങൾക്ക് ഫാമിലിയോട്ടൊക്കെ വരാൻ പറ്റിയ പക്കാ സ്ഥലമാണിത്. വേറെ ലെവൽ ഫീലാണ്. ഇപ്പം നമ്മൾ ഇറങ്ങുവാണ്. അപ്പോൾ കയറിയേക്കാട്ടും കുറച്ച് എളുപ്പമുണ്ട് ഇറങ്ങാൻ. അപ്പോൾ നിങ്ങൾക്ക് അഡ്വഞ്ചർ ട്രിപ്പൊക്കെ താല്പര്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ഈ ഒരു സ്ഥലത്ത് ഉറപ്പായിട്ടും വരണം. കാരണം നിങ്ങൾക്ക് ഫാമിലിയായിട്ടൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണ്. എൻട്രി ഫീസും ടിക്കറ്റും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പക്ക ഓഫ് റോഡ്, ഒരു സേഫ്റ്റി ആയ ഒരു പക്ക ഓഫ് റോഡിങ് കൂടാണ് ഈ ഒരു സ്ഥലം. ഇപ്പം നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ്. അപ്പം നിങ്ങളൊക്കെ കുറച്ച് റിസ്ക്കാണ്, എന്നാലും പക്ക അത്ര പേടിക്കേണ്ട കാര്യവുമില്ല. അപ്പം നമ്മുടെ ടീംസൊക്കെ കൊണ്ട് അവിടെ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് കൊണ്ട് നോക്കാം. അപ്പം ഇതാണ് നമ്മൾ ആദ്യം പറയാം റെസ്റ്റിംഗ് സ്പോട്ട്. അതുകൊണ്ട് എല്ലാവരും റെസ്റ്റിംഗ് ആണ്. ഒരു ഹായെങ്കിലും പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് നമുക്കിനി താഴോട്ട് പോകാം. അപ്പം നമ്മൾ ഇവിടെ ഇരുന്നാണ് കുറച്ച് റെസ്റ്റ് എടുത്തത്. നമ്മൾ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ താഴോട്ട് വീണ്ടും ഇറങ്ങാൻ പോവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കയറി അത്രയും വീണ്ടും ഇറങ്ങുവാണ്. അപ്പം കുറച്ച് റിസ്ക് ആണ്, അത് നമുക്ക് ഈസിയായിട്ട് ഇറങ്ങാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറേ മരങ്ങൾ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് പിടിച്ചിറങ്ങാൻ നല്ല സൗകര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമുക്കൊരു സേഫ്റ്റിയും കൂടി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന്. അത്ര വലിയ റിസ്ക് അല്ല.
അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ കുറച്ച് റിസ്ക് തോന്നുമെങ്കിലും നമുക്ക് ഇറങ്ങുമ്പോൾ ആ ഒരു റിസ്ക്കും ഫീലും കിട്ടത്തില്ല. ഓരോ പാറയാണ് നമുക്ക് ഓരോ ലെയർ ആയിട്ട് ഇങ്ങനെ വരുന്നത്. അപ്പം ഞാനൊരു ഷൂ ഇട്ടുണ്ട്. അപ്പോൾ ഷൂ ഇടുമ്പോൾ എനിക്കൊരു ഗ്രിപ്പ് കിട്ടുന്നുണ്ട്. അപ്പം ഈ ഒരു പാറ നമുക്കൊരു കൈസഹായില്ലാതെ ഇറങ്ങാൻ പറ്റത്തില്ല. ഓക്കേ, ഒരു ഷൂവിന്റെ ഒരു ഗ്രിപ്പിലാണ് ഞാനിപ്പോ ഒന്ന് ഇറങ്ങിയത് തന്നെ. പിന്നെ ഇവിടെ ഒരു മരങ്ങള് നല്ല പോലുണ്ട്. അപ്പം ഞങ്ങളൊരു 6:30 കഴിഞ്ഞപ്പോഴാണ് മോളിൽ കയറിയത്. ഇപ്പം നല്ല 7 മണി 9 മണി ആവാറായി. അപ്പം തന്നെ ആ മൂടൽമഞ്ഞും പോയി, ആ ഒരു ചൂട് വന്നു തുടങ്ങി. നിങ്ങളൊക്കെ ഒരു മാക്സിമം ഒരു 5 മണി 6 മണി പിടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അപ്പം കയറിയേക്കാരി കുറച്ച് എളുപ്പമുണ്ട് ഇറങ്ങാൻ. ഇപ്പോൾ സൈഡിലൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഒരു നമുക്ക് റബ്ബർ തോട്ടം ആണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ബാക്കി നമുക്ക് താഴ്ച എന്തായാലും നോക്കാം. ഗൈസ്, ഇപ്പം നമ്മളിപ്പോൾ ഒരു ആൻറ്റിയെ കണ്ടു. ആൻറ്റിയുടെ നമ്മളോട് പറഞ്ഞു ഈ ഒരു പാറ എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ആണ്, പക്ഷേ ഈ ഒരു വഴിയും റബ്ബറും തോട്ടം ഒക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഈ വഴി എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ഇനി ഏറ്റെടുക്കും, ആ ഒരു രീതിയിലൊക്കെ നിൽക്കുവാണ്. അതിനെക്കുറിച്ച് നമുക്ക് കറക്റ്റ് അറിയത്തില്ല. എന്തൊക്കെയായാലും ഈ ഒരു പാറ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ളതാണെന്നാണ് അറിയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം വന്ന ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് ആ ഒരു പാറ ഒരു ഗെറിയൻ ലുക്ക് ഉണ്ടല്ലേ ഗൈസ്. ഇപ്പം നല്ല പോലെ വെയിലായി. നമുക്ക് ആ ഒരു വെയിലത്ത് കൂടെ ഇപ്പോൾ ഇറങ്ങുന്നത്. കുറച്ചും കൂടെ നേരത്തെ കയറി നേരത്തെ ഇറങ്ങിയായിരുന്നെങ്കിൽ നമുക്ക് വിയർക്കാതെ ഇറങ്ങാൻ പറ്റും. നമ്മുടെ കൂടെ വന്ന ടീംസ് എല്ലാം അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പും കഴിഞ്ഞ് നമ്മളിപ്പോൾ താഴോട്ട് നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പം നമുക്ക് പറ്റുവാണെങ്കിൽ ഇനി ഒരിക്കൽ കൂടെ ഇവിടെ വരാം. ഇതിൻ്റെ മുകളിൽ ടെൻ്റ് അടിക്കാൻ പറ്റുമെന്ന്. നമ്മൾ ടെൻ്റൊക്കെ വാങ്ങാനുള്ള പരിപാടി നിൽക്കുവാണ്. ഇപ്പോഴേ അറിയത്തില്ല. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് പോലൊക്കെ ഇരിക്കും. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ എല്ലാം. അപ്പം നമുക്ക് ടെൻ്റൊക്കെ അടിച്ച് ഇനി ഇതിൻ്റെ ഒരു വീഡിയോ നമുക്ക് വേറെ ചെയ്യാം. ഇപ്പം നമ്മൾ ആ ടോട്ടലി താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ചാനൽ മെയിനായിട്ട് ഇങ്ങനെ റൈഡിംഗ് ട്രിപ്പൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറി ടെൻ്റ് അടിക്കുന്ന വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് വൈകാതെ ഇപ്പോൾ ടെൻ്റൊക്കെ നമുക്ക് വാങ്ങാൻ സാധിക്കും. ഒരു സോളോ റൈഡിങ് പോലെ നമുക്ക് മുകളിൽ ടെൻ്റൊക്കെ അടിക്കാൻ പ്ലാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ബഡ്ജറ്റ് പ്രൈസിൽ പോകാൻ പറ്റിയ സ്ഥലങ്ങൾ കാണണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ചാനൽ മെയിനായിട്ട് ഇങ്ങനെ ഒരു ബഡ്ജറ്റ് പ്രൈസിൽ പോകാൻ പറ്റിയ നമ്മുടെ ഒരു പെട്രോളിൻ്റെ പൈസ മാത്രം മുടക്കി പോകാൻ പറ്റിയ ഒരു സോളോ റൈഡിങ് ട്രിപ്പൊക്കെയാണ് മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ കേരളത്തിൽ നിങ്ങളറിയാത്ത ഒരുപാട് മനോഹരമായ സ്ഥലങ്ങളുണ്ട്. എല്ലാം കണ്ടെത്തി നിങ്ങളിലേക്ക് എത്തിക്കുമെന്നും കൂടെ നമ്മുടെ ലക്ഷ്യം. അപ്പോൾ സോ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ്. അപ്പം ഞാനാണെങ്കിൽ നല്ലപോലെ അണച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു മറ്റൊരു വ്ലോഗുമായി നമുക്കിനി വീണ്ടും കാണാം. ഇറ്റ്സ് applethevlogger signing out.